ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. എക്സാമിനേഷന് എസ്എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളൊരു തിയറമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കുക. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എ ബിലോങ്സ് ടു ജി, ദെൻ എച്ച് ഈക്വൽ ടു എ റൈസ് ടു എൻ such that n belongs to z equal to, അറിയാമല്ലോ എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. എന്നിന് ഇൻറ്റിജേഴ്സ് കൊടുത്താൽ മതി. ഇൻറ്റിജേഴ്സ് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ തന്നിരിക്കുന്ന സെറ്റ് അതൊരു ജിയുടെ സബ് ഗ്രൂപ്പാണെന്ന് തെളിയിക്കണം. ഓക്കെ, ജിയുടെ സബ് ഗ്രൂപ്പാണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് തെളിയിക്കണം നമുക്ക്. ഓക്കെ, അതായത് ജി ഒരു ഗ്രൂപ്പാണ്, എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എലമെൻ്റാണ്. അങ്ങനെയെങ്കിൽ എ റൈസ് ടു എൻ അത് എയുടെ പവേഴ്സിൽ ഇൻറ്റിജേഴ്സ് വരുന്ന കളക്ഷൻ. ഓക്കെ, ആ കളക്ഷൻ എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പായിരിക്കും. ആൻഡ് ഈസ് ദ സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് കണ്ടെയ്ൻസ് എ. അതുകൂടാതെ ഈ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പായിരിക്കും ജിയുടെ സബ് ഗ്രൂപ്പുകളിൽ വെച്ച് എയെ കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് എ ഉൾക്കൊള്ളുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, എ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പുകളിൽ വെച്ച് ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ എച്ച് ആയിരിക്കും. ഇതാണ് തിയറം പറയുന്നത്. ഓക്കെ, അന്നേരം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം. വളരെ ഈസിയാണ് തിയറം, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനി വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്ന ജി ഒരു ഗ്രൂപ്പാണ്, എ എന്ന് പറയുന്ന ജിയിലെ എലമെൻ്റാന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എച്ച് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. സബ്സെറ്റിൻ്റെ ഫോം ഇങ്ങനെയാണ്: എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെറ്റ്. എന്ന് വെച്ചാൽ എന്താ സംഗതി? സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ് തന്നിരിക്കുന്ന സാധനം. ഓക്കെ, സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ പറയുന്നത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, അതായത് ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെറ്റ്. അതല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാധനം. ഓക്കെ, അന്നേരം ബ്രാക്കറ്റ് എ എന്നതിന് പകരം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അന്നേരം ഇതൊരു സബ് ഗ്രൂപ്പാണ് എന്ന് തെളിയിക്കണം. ഓൾറെഡി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്തായാലും ഞാനിവിടെ പറയാം. ഓക്കെ, അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഈസ് ദ സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് കണ്ടെയ്ൻസ് എ. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പുകളിൽ വെച്ച് ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് ഈ ബ്രാക്കറ്റ് എ ആണ്, എച്ച് ആണ് എന്നുള്ളത് കൂടി തെളിയിക്കണം. ഓക്കെ, അന്നേരം ഫസ്റ്റ് പാർട്ട് ആദ്യം നമുക്ക് തെളിയിക്കാം. ഈ തന്നിരിക്കുന്ന എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് സബ് ഗ്രൂപ്പാണെന്ന് തെളിയിക്കാം. അത് ഞാനിവിടെ യൂസ് ചെയ്യാൻ വന്നത് വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റാണ്. അതിനാദ്യം നമുക്ക് തന്നിരിക്കുന്ന എച്ച് എന്ന് എടുത്തെഴുതി എച്ച് സബ് ഗ്രൂപ്പ് എന്ന് തെളിയിക്കണം. വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പറയുന്നത് എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് നിങ്ങളിലുണ്ട്, അത് സബ് ഗ്രൂപ്പ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ എച്ചിൽ നിന്നും ആർബിട്രറി ആയിട്ട് 2 എലമെൻ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ തെളിയിക്കാനുള്ളത് ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു രണ്ടാമത്തതിൻ്റെ ഇൻവേഴ്സ്. ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു രണ്ടാമത്തതിൻ്റെ ഇൻവേഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഈ സബ്സെറ്റിനകത്തുള്ള എലമെൻറ്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ മസ്റ്റായിട്ടും ആ സബ്സെറ്റ് ജിയുടെ സബ് ഗ്രൂപ്പായിരിക്കും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആർബിട്രറി ആയിട്ട് 2 എലമെൻറ്റ് എടുക്കുന്നു. എലമെൻറ്റ് എടുക്കുമ്പം തന്നിരിക്കുന്ന സെറ്റിലെ എലമെൻറ്റിൻ്റെ ഫോം നോക്കിക്കോണം, അതുപോലെ വേണം നമ്മൾ എലമെൻറ്റ് എടുക്കാൻ. എ റൈസ് ടു എൻ എന്നുള്ള ഫോമിലാണ് എലമെൻറ്റുകളുടെ ഫോം. ഓക്കെ, അത്തരത്തിലുള്ള 2 എലമെൻറ്റ് എടുക്കുന്നു. എ റൈസ് ടു എൻ, എ റൈസ് ടു എം എന്ന് പറയുന്ന 2 എലമെൻറ്റ് ഞാൻ എച്ചിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ നമുക്ക് തെളിയിക്കാനുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു രണ്ടാമത്തതിൻ്റെ ഇൻവേഴ്സ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു -1 ഒന്ന് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എ റൈസ് ടു എം റൈസ് ടു -1 എന്ന് വെച്ചാൽ അറിയാമല്ല, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ, ഈ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം എ റൈസ് ടു എം ഇൻറ്റു -1 എന്താ വരും? എ റൈസ് ടു -m എന്ന് വരും. അന്നേരം എ റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു -m. ഇനി എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാമല്ലോ. പവേഴ്സ് ആഡ് ചെയ്യാമല്ലോ, ബേസ് സെയിം ആയതുകൊണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, എന്നും മൈനസും കൂടെ ആഡ് ചെയ്യുന്നു. അന്നേരം n-m എന്ന് വരും. അന്നേരം എ റൈസ് ടു n-m എന്ന് വന്നേ. നമ്മുടെ എച്ച് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റിൻ്റെ ഫോം ശ്രദ്ധിച്ചോണം. എ റൈസ് ടു എൻ എന്നാണ്. ദാറ്റ് മീൻസ് എ റൈസ് ടു ഇൻറ്റീജർ, എന്നു വെച്ചാൽ ഇൻറ്റീജറാണ്. എ റൈസ് ടു ഇൻറ്റീജർ എന്നുള്ള ഫോമിലുള്ള ഏത് എലമെൻറ്റ് കിട്ടിയാലും അത് എവിടെ ഉള്ളതാണ്? എച്ചിലുള്ളതാണ്. അന്നേരം നമുക്ക് കിട്ടേണ്ടതും അത് തന്നെയാണ്. ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു രണ്ടാമത്തതിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ റൈസ് ടു ഇൻറ്റീജർ എന്നുള്ള ഫോമിലുള്ള എലമെൻറ്റ് കിട്ടണം. ഓക്കെ, ഇവിടെ എ റൈസ് ടു n-m എന്നാണ് കിട്ടിയത്. ഈ n-m ഇൻറ്റീജർ ആണെങ്കിൽ അത് എച്ചിനകത്തുള്ളതാണ്. n ഇൻറ്റീജറാണ്, എമ്മും ഇൻറ്റീജറാണ്. അങ്ങനെയെങ്കിൽ 2 ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും എന്ത് തന്നെ കിട്ടും? ഇൻറ്റീജർ തന്നെ കിട്ടും. സോ n-m ഇൻറ്റീജറാണ്. സോ എ റൈസ് ടു ഇൻറ്റീജർ എന്നുള്ള ഫോമിലുള്ള എലമെൻറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് അത് മസ്റ്റായിട്ട് എവിടെ ഉണ്ടായിരിക്കും? ഈ എച്ചിലുണ്ടായിരിക്കും. അതുകൊണ്ട് വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് അനുസരിച്ച് ഈ തന്നിരിക്കുന്ന എച്ച് എന്ന് പറയുന്ന സെറ്റ് എന്താണ്?
സബ് ഗ്രൂപ്പാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പുകളിൽ വെച്ചെല്ലാം ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ ഈ എച്ച് ആണ് എന്ന് തെളിയിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്തോ തെളിയിച്ചാൽ മതി, അതിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ, അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണണമെന്നില്ല. ഓക്കെ, അന്നേരം ഇത് തെളിയിച്ചാൽ മതി. ദാറ്റ് ഈസ് എവരി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻസ് എച്ച്. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പിനകത്ത് എച്ച് കൂടി ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി, ഈ സബ് ഗ്രൂപ്പ് കൂടി ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അന്നേരം നമുക്ക് തെളിയിക്കാനുള്ള സാധനം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എച്ച് എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പുണ്ട്. ഇതാണ് എച്ച് എന്ന് വിചാരിക്കും. ഓക്കെ, അടുത്ത വേറെയും കുറേ സബ് ഗ്രൂപ്പുണ്ട്. ഇത് H1 ആണ്, ഇത് H2 ആണ്, ഇത് H3 ആണ്. ഇങ്ങനെ കുറേ സബ് ഗ്രൂപ്പുകളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് എ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എച്ചിനകത്തുള്ള എലമെൻ്റാണ് എ എന്ന് പറയുന്നത്. ആ എലമെൻ്റ് ഈ സബ് ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പുകളിൽ വെച്ച് ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് ഏതാണെന്ന് തെളിയിക്കണം, ഈ എച്ച് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഈ എച്ച് ആണെന്ന് തെളിയിക്കണം. അതിനെന്തോ ചെയ്താൽ മതി, ഈ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് എന്തോ ചെയ്താൽ മതി, ഈ ഓരോ സബ് ഗ്രൂപ്പിനെയും ഉള്ളിലുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അത് എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിനെ ഈ സബ് ഗ്രൂപ്പുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, കണ്ടെയ്ൻ ചെയ്യുമെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഈ എച്ച് ആണ് ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് എന്നർത്ഥം. ഓക്കെ, എച്ച് ഈ H1-നകത്തും H2-നകത്തും H3-ക്കകത്തുമാണ് ഉള്ളതെങ്കിൽ അത് ഈ മറ്റെല്ലാ സബ് ഗ്രൂപ്പുകളും ഈ എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നുവെങ്കിൽ, മറ്റെല്ലാ സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം എ ഉൾപ്പെടുന്ന എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും, എ ഉള്ള ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും ആ സബ് ഗ്രൂപ്പുകളിൽ ഏറ്റവും ചെറുത് ഈ എച്ച് ആണെന്നാണ് തെളിയിക്കാനുള്ളത്. ഓക്കെ, അന്നേരം ആ എച്ച് എന്ന് പറയുന്ന സാധനം എ ഉൾക്കൊള്ളുന്ന ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും ആ സബ് ഗ്രൂപ്പിനകത്തുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്, എച്ച് ആണ് ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് എന്നർത്ഥം. ഓക്കെ ആണല്ലോ? അന്നേരം അതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതാണ് ഈ പറഞ്ഞത്. ദാറ്റ് ഈസ് എവരി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻസ് എച്ച്. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പും എച്ചിനെ കൂടി കണ്ടെയ്ൻ ചെയ്യുന്നത് തെളിയിച്ചാൽ മതി. ഓക്കെ, അന്നേരം അതാണ് നമ്മളിവിടെ തെളിയിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം നോക്കാം. അന്നേരം നമുക്ക് തെളിയിക്കാനുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് റിമെയിൻസ് ടു ഷോ ദാറ്റ് എച്ച് ഈസ് ദ സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് കണ്ടെയ്ൻസ് എ. ഫോർ ദിസ് ഇറ്റ് റിമെയിൻസ് ടു ഷോ ദാറ്റ് എവരി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻസ് എച്ച്. ഓക്കെ, അന്നേരം നമുക്ക് തെളിയിക്കാനുള്ളത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പിനകത്ത് ഈ എച്ച് ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. അന്നേരം എച്ച് ഉണ്ട് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, എച്ചിലുള്ള എല്ലാ എലമെൻറ്റുകളും ഈ എ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പിനകത്തുണ്ടെന്ന് തെളിയിച്ചാൽ മതി. എച്ചിനകത്തുള്ള എലമെൻറ്റുകളുടെ ഫോം എങ്ങനെയാണ്, എച്ചിനകത്തുള്ള എലമെൻറ്റുകളുടെ ഫോം വെച്ചാൽ A⁻n എന്നുള്ള ഫോമാണ്. അത് A⁻∧, that means A⁻0, A⁻1, A⁻−1, A⁻2, A⁻−2, A⁻3, A⁻−3, A⁻4, A⁻−4 എക്സെട്ര. ഓക്കെ, ഈ എലമെൻറ്റുകളുടെ എല്ലാം കളക്ഷൻ ഈ എയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സബ്സെറ്റിനകത്തെല്ലാം ഈ എലമെൻറ്റുകൾ കൂടി ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഈ എലമെൻറ്റുകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്, എച്ച് അതിനകത്തുണ്ടെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനി സബ് ഗ്രൂപ്പ് ഓഫ് ജി കണ്ടെയ്നിങ് എ മസ്റ്റ് കണ്ടെയ്ൻ, അത് നോക്കിക്കോണം. അന്നേരം എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവിടെ A² ഉണ്ടായിരിക്കും. എന്താ കാര്യം സബ് ഗ്രൂപ്പാണല്ലോ. സബ് ഗ്രൂപ്പ് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു സബ് ഗ്രൂപ്പിനകത്ത് എ ഉണ്ടെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സബ് ഗ്രൂപ്പ് ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. A∗A എന്തായിരിക്കും, A² ആ എച്ചിനകത്തുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ A² ഉണ്ട്, എ ഉണ്ട്, അതിൽ A² × A³ അതിനകത്തുണ്ടായിരിക്കും. ഇപ്പോൾ A³ ഉണ്ടെന്ന് കിട്ടിയേ. ഇതെല്ലാം സബ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും, അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അന്നേരം A² ഉണ്ടെന്ന് കിട്ടി, A² × A³ ഉണ്ടെന്ന് കിട്ടി, A³ × A⁻4 ഉണ്ടെന്ന് കിട്ടും. ഇങ്ങനെ എയുടെ പോസിറ്റീവ് പവേഴ്സുള്ള എലമെൻറ്റ്സ് എല്ലാം അതിനകത്തുണ്ടെന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അന്നേരം ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടും. ഓക്കെ, ഓഫ് കോഴ്സ് അതുകൂടാതെ എനി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ മസ്റ്റ് കണ്ടെയ്ൻ ഇറ്റ്സ് ഇൻവേഴ്സ്. ഓക്കെ, എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണ്, ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അന്നേരം എ എന്ന് പറയുന്ന എലമെൻ്റ് അതിനകത്ത് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എയുടെ ഇൻവേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. അന്നേരം A⁻⁻ ഉണ്ടെന്ന് കിട്ടിയേ.
ഓക്കെ, അതിന് ആ സബ് ഗ്രൂപ്പിൽ ഏതൊരു സബ് ഗ്രൂപ്പ് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എ ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, എ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എ റൈസ് ടു -2 അതിനകത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ എ റൈസ് ടു -2 ഉണ്ട്, അതുകൂടാതെ എ റൈസ് ടു -1 ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവയുടെ പ്രോഡക്റ്റ് എ റൈസ് ടു -1 ഇൻറ്റു എ റൈസ് ടു -2 എന്താണ്, എ റൈസ് ടു -3 അതിനകത്തുണ്ടെന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ എ റൈസ് ടു -3 കിട്ടിയ എ റൈസ് ടു -3 ഇൻറ്റു എ റൈസ് ടു -1 എന്താണ്, എ റൈസ് ടു -4 അതിനകത്തുണ്ടെന്ന് കിട്ടി. അതായത് നെഗറ്റീവ് പവേഴ്സ്, എയുടെ നെഗറ്റീവ് പവേഴ്സ്, എ റൈസ് ടു നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന എല്ലാ കളക്ഷനും എവിടെ ഉണ്ടെന്ന് കിട്ടി, ഈ എ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പുകളിലുണ്ട് എന്ന് കിട്ടി. അതുമായി കഴിഞ്ഞു. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. സിമിലർലി ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ റൈസ് ടു -3, എ റൈസ് ടു -4 എക്സെട്ര എ റൈസ് ടു -m ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ m. ഓക്കെ, ഇവിടെ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ m എന്ന് എഴുതുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരില്ല. ഇവിടെ നെഗറ്റീവ് അല്ലേ എന്നൊരു ചിന്ത വരും. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് തന്നെയാണ്. കാര്യം എമ്മിന് പോസിറ്റീവ് വരുമ്പോഴാണ് എയുടെ പവറിൽ നെഗറ്റീവ് വരുന്നത്. എം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, അവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവായി പോകും. ഓക്കെ, അന്നേരം ഇപ്പോൾ നെഗറ്റീവ് പവേഴ്സുള്ള എയുടെ എലമെൻസുകളെല്ലാം കിട്ടി. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, എ കിട്ടി, എ സ്ക്വയർ, എ ക്യൂബ് എക്സെട്ര എല്ലാം കിട്ടി. എ റൈസ് ടു -1, എ റൈസ് ടു -2 എക്സെട്ര നെഗറ്റീവ് പവേഴ്സും കിട്ടി. ഇനി ഒരു സാധനം കിട്ടിയാൽ അത് എ റൈസ് ടു 0 ഐഡൻറ്റിറ്റി. ഓക്കെ, അതുകൊണ്ട് കിട്ടിയാൽ എച്ചിലുള്ള എല്ലാ എലമെൻറ്റും എ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പിലും ഉണ്ടെന്നായി. ഓക്കെ, അതുകൊണ്ട് അതും കിട്ടും. എനി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ മസ്റ്റ് കണ്ടെയ്ൻ ദ ഐഡൻറ്റിറ്റി ഇ. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അവിടെ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. കാര്യം എന്താണ്, ഇപ്പോൾ നമുക്ക് എ എവിടെ ഉണ്ടെന്ന് കിട്ടി, എ റൈസ് ടു -1 ഉണ്ടെന്ന് കിട്ടി. അങ്ങനെ എ ഇൻറ്റു എ റൈസ് ടു -1 എന്താണ്, എ റൈസ് ടു 0 ആണ്. ദാറ്റ് മീൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഐഡൻറ്റിറ്റിയാണ്. അന്നേരം ഐഡൻറ്റിറ്റിയും കിട്ടി, അതായത് എ റൈസ് ടു 0 കിട്ടി. ഇപ്പം എ, അതായത് എ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ എ ഉൾക്കൊള്ളുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പിനകത്ത് എച്ചിലുള്ള എല്ലാ എലമെൻറ്റും ഉണ്ടെന്ന് കിട്ടി. എച്ചിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, എച്ചിലുള്ള എലമെൻറ്റ്സ് എ റൈസ് ടു n എന്നുള്ള ഫോമിലുള്ള എലമെൻറ്റ്സാണ് എച്ചിലുള്ളത്. എ റൈസ് ടു എന്നിലുള്ള ഫോം എന്ന് വെച്ചാൽ എന്താണ്, എ റൈസ് 0, എ റൈസ് ടു -1, എ റൈസ് ടു, എ റൈസ് ടു -2. ഈ എലമെൻറ്റുകളെല്ലാം എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും ആ സബ് ഗ്രൂപ്പിലെല്ലാം ഉണ്ടെന്ന് കിട്ടി. അതിനർത്ഥം എന്താണ്, എ സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ മസ്റ്റ് കണ്ടെയ്ൻസ് ഈ സെറ്റ്. ഓക്കെ, അത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും അതിനകത്ത് ഇത് കണ്ടെയ്ൻ ചെയ്യുമെന്നാണ് അർത്ഥം. ഈ എലമെൻറ്റുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന അർത്ഥം. ദാറ്റ് മീൻസ് എവരി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻസ് എച്ച്. അതായത് എ ഉൾക്കൊള്ളുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് ആരെ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്, എച്ചിനെ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, എച്ച് എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന സബ് ഗ്രൂപ്പാണ് എ ഉൾക്കൊള്ളുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും അതിൽ വെച്ച് ഏറ്റവും ചെറുത്. ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ് ഓഫ് ദി തിയറം. ഇതാണ് പ്രൂഫ്. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അന്നേരം ഇത് എക്സാമിനേഷൻ ചോദിച്ചതാണ്. വളരെ ഈസി ആയിട്ടൊരു തിയറമാണ്, ആർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഒറ്റവട്ടം നോക്കിയാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അന്നേരം കാര്യം നന്നായിട്ട് മനസ്സിലാക്കി ഒന്ന് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.